For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. വനിതാ ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് തോൽവി. അനായാസം ജയിക്കുമായിരുന്ന ഫൈനലിൽ വിക്കറ്റുകൾ വലിച്ചെറിഞ്ഞ ഇന്ത്യ 3 വട്ടം കിരീടമണിഞ്ഞ ആതിഥേയരായ ഇംഗ്ലണ്ടിനോട് 9 റൺസിനാണ് തോറ്റത്. ജയിക്കാൻ 50 ഓവറിൽ 229 റൺസ് മാത്രം മതിയായിരുന്ന ഇന്ത്യ 48.4 ഓവറിൽ 219 റൺസിന് ഓൾ ഔട്ടായി. 8 പന്ത് കൂടി ശേഷിക്കെയായിരുന്നു ഇന്ത്യയുടെ തോൽവി. ഇംഗ്ലീഷ് വനിതകളുടെ 4ാം ലോക ക്രിക്കറ്റ് കിരീടമാണിത്. 1973, 93, 2009 എന്നീ വർഷങ്ങളിലാണ് അവർ ഇതിനു മുൻപ് കപ്പടിച്ചത്. ഇന്ത്യൻ വനിതകൾ ഇത് 2ാം തവണയാണ് ലോകകപ്പിന്റെ ഫൈനലിൽ തോൽക്കുന്നത്. 2005 ദക്ഷിണാഫ്രിക്ക ആതിഥേയത്വം വഹിച്ച ലോകകപ്പിലായിരുന്നു ഇതിനു മുൻപുള്ള ഇന്ത്യയുടെ ഫൈനൽ തോൽവി. അന്ന് ഓസ്ട്രേലിയയാണ് ഇന്ത്യയെ മലർത്തിയടിച്ചത്. ടൂർണമെന്റിൽ ഒരു തോൽവി മാത്രം വഴങ്ങിയ ഇന്ത്യ അപാരമായ ആത്മവിശ്വാസത്തിലാണ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ നേരിടാനിറങ്ങിയത്. ടോസ് നഷ്ടപ്പെട്ടെങ്കിലും ബൌളർമാർ കൈവിട്ടില്ല. ആതിഥേയരായ അവരുടെ മണ്ണിൽ 228 റൺസിൽ ഒതുക്കിയത് ചെറിയ കാര്യമല്ല. 3 വിക്കറ്റ് വീഴ്ത്തിയ ജുലൻ ഗോസ്വാമിയാണ് ഇന്ത്യയുടെ വിക്കറ്റ് വേട്ട നയിച്ചത്. പൂനം യാദവ് 2 വിക്കറ്റ് വീഴ്ത്തി. ചെറിയ സ്കോർ ഇന്ത്യ അനായാസം മറികടക്കുമെന്ന് എല്ലാവരും കണക്കുകൂട്ടി. എന്നാൽ സംഭവിച്ചത് നേരെ മറിച്ചാണ്. ഓപ്പണർ സ്മൃതി മന്ദാനയെ ഡക്കിന് നഷ്ടപ്പെട്ടു. ക്യാപ്റ്റൻ മിതാലി 17 റൺസ് മാത്രമെടുത്ത് അനാവശ്യമായി റണ്ണൌട്ടായി. എന്നാൽ പിന്നീട് ഓപ്പണർ പൂനം റാവത്തും ഹർമൻപ്രീത് കൗറും വേദ കൃഷ്ണമൂർത്തിയും ചേർന്ന ചരിത്ര മുഹൂർത്തത്തിന്റെ വിജയമധുരം ചുണ്ടിനടുത്തെത്തിച്ചു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ ദയനീയമായി കൈവിട്ടു. പൂനം റാവത്ത് 115 പന്തിൽ 86 റൺസ് നേടി. ഹർമൻ 80 പന്തിൽ നിന്ന് 51 റൺസ് നേടി. 34 പന്തിൽ നിന്ന് 35 റൺസായിരുന്നു വേദയുടെ നേട്ടം. 6ന് 200 എന്ന സ്കോറിൽ നിന്ന് ജയമുറപ്പിച്ചവർ 19 റൺസ് കൂട്ടിച്ചേർക്കുന്നതിനിടെ വിക്കറ്റുകളെല്ലാം വലിച്ചെറിഞ്ഞു. അവസാന 7 വിക്കറ്റ് കളഞ്ഞത് വെറും 26 റൺസിനാണ്. കൂറ്റനടികൾക്ക് മുതിരാതെ സിംഗിളും ഡബിളുമായി ലക്ഷ്യത്തിലേക്ക് തുഴയാനുള്ള ക്ഷമ ആർക്കും ഉണ്ടായില്ല. ഏതായാലും പടിക്കൽ ചെന്ന് കലം മുടച്ചു എന്ന് വേണം ഇന്ത്യയുടെ തോൽവി വിശേഷിപ്പിക്കാൻ. വാർത്തയോട് പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. ലേറ്റസ്റ്റ് ന്യൂസ്, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ മലയാളം.